Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Good morning. Good morning, ma'am. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? Ma'am. പേഷ്യന്റ് ഫ്ലോ വരെയാണ് എടുത്തത്. എത്ര പോയിന്റ്സ് ഉണ്ട് പേഷ്യന്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റും? Morning class area. പേഷ്യന്റ് ഫ്ലോ ആർക്ക് പറയാൻ പറ്റും? 5, madam. Triage, reception, treatment, re-evaluation, discharge. ട്രേജ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രേജ് ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്. ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് നൽകുന്ന ആദ്യ ചികിത്സ അല്ലെ പ്രക്രിയയാണ്. ഓക്കെ. ട്രേജിൽ എന്താ ചെയ്യുന്നത്? പേഷ്യൻസിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനി റിസപ്ഷനിൽ എന്തായിരുന്നു പ്രത്യേകതകള്? റിസപ്ഷന്റെ പ്രത്യേകത എന്താ? ഡീറ്റെയിൽസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് ആരാണ്? ക്ലറിക്കൽ സ്റ്റാഫ്. ഇനി റിസപ്ഷൻ ഇതിന്റെ അടുത്തായിരിക്കണം വേണ്ടത്, സ്ഥാനത്തിന്റെ അടുത്തായിരിക്കണം. ഇനി പുതിയതായിട്ട് ഒരാളെ കൊണ്ടുവരുമ്പോ അയാൾക്ക് മെഡിക്കൽ റെക്കോർഡ് പുതിയത് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. പഴയ ആളാണെങ്കിൽ അവൻ ട്രീറ്റ്മെന്റ് നൽകുന്ന അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ എന്താണ്, അയാൾക്ക് പുതിയ മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് അറിയാലോ, ട്രീറ്റ്മെന്റ് ബേസ്ഡ് ഇതൊക്കെയാണ് റിക്വിസിഷൻ ഏരിയാസ്, അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ, കൺസൾട്ടേഷൻ ഏരിയ ഉണ്ടാവാം, അതുപോലെ റേഡിയോളജി മെഡിക്കൽ ഇമാജിംഗ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ, ഇതൊക്കെയാണ് ട്രീറ്റ്മെന്റ് നൽകുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. അതുപോലെ റിവാലുവേഷൻ എന്താണ് പ്രത്യേകത? ഒരാൾ പറയോ? ബിനി അലക്സ്, ഒരാൾ പറ. ഫസ്റ്റ് ED ഫിസിഷ്യൻ വന്ന് റീവാലുവേറ്റ് ചെയ്യും പേഷ്യൻസിനെ. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം സ്റ്റേബിൾ ആയതിനു ശേഷം വീണ്ടും ടെസ്റ്റുകളൊക്കെ നടത്തിയതിനു ശേഷം മാത്രമേ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഡിസ്ചാർജ്. നെക്സ്റ്റ് ഡിസ്ചാർജ്. എന്തായിരുന്നു ഡിസ്ചാർജിന്റെ പ്രത്യേകതകള്? എന്തായിരുന്നു അതിൽ കൊടുത്തിരിക്കുന്നത്? പഠിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. റിമൂവ് ആഫ്റ്റർ സ്റ്റെബിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ എന്താണ്? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്ന് അയാളൊന്ന് സ്റ്റേബിൾ ആയതിനു ശേഷമാണ് നമ്മള് പിന്നെ എന്താണ്, ഇപ്പൊ വീട്ടിലേക്ക് ഡിസ്ചാർജ് ഒക്കെ ചെയ്ത് വിടുകയാണെങ്കിൽ നമ്മൾ ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും അല്ലെ, റിട്ടേൺ രീതിയിലാണ് അത് എഴുതി കൊടുക്കുന്നത്. ഇനി റഫറൽ 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞില്ലേ, ഏതൊക്കെയായിരുന്നു? റെഫർ ഇന്നും റെഫർ ഔട്ടും. ഓക്കെ. റഫർ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? റഫർ ഔട്ട് പുറത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. പറഞ്ഞാല് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ. ഇനി നെക്സ്റ്റ് പോർഷൻ ആണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളെയാണ് ഇവിടെ പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ആരൊക്കെയുണ്ടെന്ന് നോക്കിയേ.
കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. ഓക്കെ, ഫസ്റ്റ് പൊസിഷനിലുള്ള ആളാണ് ആര്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. ഓക്കെ, അപ്പോ അതിനെ പറയുന്ന ആളെ പറയുന്ന ഒരു കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിന്റെ ഷോർട്ട് ഫോം എന്താണ്? CMO. അതുകൂടി ഒന്ന് അവിടെ എഴുതി വെക്കണം കേട്ടോ, അവിടെ കൊടുത്തിട്ടില്ല. ചിലപ്പോ എക്സ്പാൻഡ് CMO എന്ന് ചോദിച്ചാൽ എഴുതേണ്ടതാണ് എന്ത്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. ഓക്കെ, അപ്പോ ഈ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണ് കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസ് ചെയ്യുന്നത്. ഏറ്റവും ടോപ്പ് പൊസിഷനിലുള്ള വ്യക്തിയാണ് ആര്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാം നോട്ടായിട്ട് അവിടെ എഴുതി വെക്കാം. കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിന്റെ ഷോർട്ട് ഫോം ആണ് CMO. അതുപോലെ തന്നെ ഈ CMO ആണ് കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസർ, മേൽനോട്ടം വഹിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ടോപ്പ് പൊസിഷനിലുള്ള വ്യക്തിയാണ് CMO എന്ന് പറയുന്നത്. ഓക്കെ ആണോ CMO? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണ്? കൺസൾട്ടന്റ് ഷുഡ് ബി അവൈലബിൾ അല്ലെ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാഷ്വാലിറ്റിയില് എന്താണ് വെരി സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാകും അല്ലെ കൺസൾട്ടേഷൻ ഏരിയയില്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല സ്കിൽഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ ഏരിയയിൽ ഉണ്ടാകും. കൺസൾട്ടന്റ് ഷുഡ് ബി അവൈലബിൾ. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? RN with change EMT lateral section. RN എന്താന്ന് അറിയോ? ഫുൾ ഫോം RN ഇല്ല? ഇനി ഐഡിയ ആർക്കെങ്കിലും അറിയില്ല? വെരി ഗുഡ്, രജിസ്റ്റേർഡ് നേഴ്സ് കേട്ടോ. RN എന്ന് പറഞ്ഞാല് രജിസ്റ്റേർഡ് നേഴ്സ്. രജിസ്റ്റേർഡ് നേഴ്സ്. അപ്പൊ കാഷ്വാലിറ്റിയില് RN ഉണ്ടാവും, രജിസ്റ്റേർഡ് നേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്? EMT എന്താ? എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ഓക്കെ, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ഇനി ഈ RN രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറഞ്ഞാല് PG കഴിഞ്ഞവരായിരിക്കും. ഓക്കെ, BSc നഴ്സിംഗ് കഴിഞ്ഞ് PG എടുത്തവരായിരിക്കും രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറഞ്ഞാല്. അതുപോലെ തന്നെ RNന്റെ ഒരു ചെറിയ ഒരു വൺ സെന്റൻസ് ഉണ്ട് കേട്ടോ. ഒരു സെന്റൻസ് ഉണ്ട്, അതൊന്ന് എഴുതിയെടുത്തോളൂ, മിസ് പറഞ്ഞു തരാം. അറിയട്ടെ? ഇത്ര വരെ കഴിഞ്ഞോ? സെന്റൻസ് പറയാനേ ഉണ്ടോ? Registered nurse are responsible for completing medical treatments. Registered nurse are responsible for completing medical treatments as ordered in the diagnostic process. As ordered in the diagnostic process. ഓക്കെ, രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറഞ്ഞാല് ചിലപ്പോ എന്താണ്, ഇപ്പോ ക്യാൻസറിനൊക്കെ നമ്മള് എന്താണ് ടെസ്റ്റ് നടത്തില്ലേ, അല്ലെങ്കിൽ റയർ രോഗങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോ ടിഷ്യൂസ് ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മുഴകളൊക്കെ കണ്ടു കഴിഞ്ഞാല് അതിൽ നിന്ന് ടിഷ്യൂസ് എടുത്തിട്ടാണ് നമ്മള് ഡയഗ്നോസ്റ്റിക് അല്ലെ രോഗനിർണയം നടത്തുന്നത്. അപ്പൊ അങ്ങനെ രോഗനിർണയം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കൺട്രോളിങ്ങും വരുന്നത് RN ആണ് കൺട്രോളിങ് വഹിക്കുന്നത്. ഇപ്പോ ഡയഗ്നോസ്റ്റിക് രോഗനിർണയം നടത്തുമ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇത് കഴിഞ്ഞാൽ ചെയ്യണം, അത് കഴിഞ്ഞാൽ സ്കാനിങ് ചെയ്യണം, അങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും.
രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഏത് കഴിഞ്ഞാലും ഏത് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഇനി ഏത് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ആരുടെ കൺട്രോളിംഗിലായിരിക്കും? രജിസ്റ്റേർഡ് നേഴ്സിന്റെ കൺട്രോളിംഗിലായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് രജിസ്റ്റേർഡ് നേഴ്സിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ അതാണ് ആ പൊസിഷനാണ് രജിസ്റ്റേർഡ് നേഴ്സ് വഹിക്കുന്നത് കേട്ടോ. രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറഞ്ഞാല് PG കഴിഞ്ഞവരാണ്. അതുപോലെ തന്നെ ഈ ഡയഗ്നോസ്റ്റിക് പ്രോസസ്, രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയേഴ്സ് എല്ലാം നോക്കി നടത്തുന്നത്, സൂപ്പർവൈസ് ചെയ്യുന്നത് രജിസ്റ്റേർഡ് നേഴ്സിന്റെ അണ്ടറിലായിരിക്കും. ക്ലിയർ ആയോ? അതുപോലെ തന്നെ EMT അറിയാലോ, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ കേട്ടോ. EMT, എക്സ്പാൻഡ് EMT ചോദിക്കാം, അതുപോലെ എക്സ്പാൻഡ് RN ചോദിക്കാം. ഇതൊക്കെ എഴുതിയെടുക്കണം കേട്ടോ, കറക്റ്റ് ആയിട്ട്. നമ്മുടെ മാർക്കൊന്നും കളയരുത്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്ത്? സ്കിൽഡ് നഴ്സിംഗ് ടീം. നമുക്കറിയാം അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന എന്താണ്? കാഷ്വാലിറ്റിയില് സ്കിൽഡ് ആയിട്ടുള്ള നഴ്സിംഗ് ടീം ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്? ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ്. എന്തായിരിക്കും ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞാല്? ആരൊക്കെയാവാം ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ്? രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ട ടെക്നീഷ്യൻസ് ആരൊക്കെയാവാം? എങ്ങനെയാണ് രോഗം നിർണ്ണയിക്കുന്നത്? നമ്മള് വെരി ഗുഡ് ലാബിലൊക്കെ അല്ലെ. അതുപോലെ എന്താണ്? എക്സ്റേയില് ഓക്കെ, എക്സ്റേ അല്ലെ, പല തരത്തിലുള്ള സ്കാനിങ്ങുകൾ, MRI, CT സ്കാൻ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന രോഗമായിരിക്കും എന്ന് അല്ലെ രോഗനിർണയം നടത്തുന്നത്. അപ്പൊ അവരൊക്കെയാണ് ഇതിൽ വരുന്നത് കേട്ടോ. എക്സ്റേ, ECG, MRI എടുക്കുന്ന ആളുകളെയൊക്കെയാണ് നമ്മള് ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത് കേട്ടോ. സ്കാനിങ് ടെക്നീഷ്യൻസ്. ക്ലിയർ ആയോ? ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് അറിയാത്തവരെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, ഓരോ കാര്യങ്ങളും പറയുമ്പോൾ. എക്സ്റേ, ECG, MRI ഒക്കെ എടുക്കുന്ന ആളുകളെയാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ്? പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് ആൻഡ് എക്സിക്യൂട്ടീവ്സ്. പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് ഉണ്ടാകും, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ്സും കാഷ്വാലിറ്റിയിൽ ഉണ്ടാകും. ഇത്തരത്തിലുള്ള ആളുകളാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ വർക്ക് ഫോഴ്സ് ആയിട്ട് പറയുന്നത്. EMT എന്ന് പറഞ്ഞാല് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. EMF അല്ല കേട്ടോ, EMT, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ഇനി അടിയിൽ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? മെഡിക്കൽ റെക്കോർഡ് ക്ലർക്കും, അതുപോലെ രജിസ്ട്രേഷൻ ക്ലർക്ക്, അഡ്മിഷൻ ക്ലർക്ക്. മെഡിക്കൽ റെക്കോർഡ് അറിയാലോ, രോഗിയുടെ മെഡിക്കൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതൊക്കെ എഴുതുന്ന ക്ലർക്കിനെയാണ് നമ്മള് മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക് എന്ന് പറയുന്നത്. അതുപോലെ രജിസ്ട്രേഷൻ ക്ലർക്ക് ആൻഡ് അഡ്മിഷൻ ക്ലർക്ക്. രോഗി ഇപ്പോ അഡ്മിറ്റ് ആയി കഴിയുമ്പോ പേര് വിവരങ്ങള് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എഴുതൂലേ, അങ്ങനെയുള്ള ക്ലർക്കാണ് അഡ്മിഷൻ ക്ലർക്കായിട്ട് വരുന്നത് കേട്ടോ. രണ്ട് പേരാണ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളായിട്ടുള്ളത്. അതും ചോദിക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക് ഉണ്ട്, അതുപോലെ രജിസ്ട്രേഷൻ ക്ലർക്ക്, അഡ്മിഷൻ ക്ലർക്ക്. എഴുതി കഴിഞ്ഞാല് ഒന്ന് തമ്പിടണം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ ആണോ? എല്ലാവരുടെയും കഴിഞ്ഞു? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് നമ്മള് കാഷ്വാലിറ്റിയിൽ കുറച്ച് റെക്കോർഡ്സുകൾ ഉണ്ട്. കുറച്ച് റെക്കോർഡ്സ് കീപ്പ് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. അത്തരത്തിലുള്ള റെക്കോർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് പേഷ്യൻസ് റെക്കോർഡ്. എന്തായിരിക്കാം പേഷ്യൻസ് റെക്കോർഡിൽ വരുന്നത്? ഒന്ന് പറഞ്ഞു നോക്കിയേ, പേഷ്യൻസ് റെക്കോർഡിൽ എന്തൊക്കെ വരും?
എന്തൊക്കെയാണ് വരുന്നത് പേഷ്യൻസ് റെക്കോർഡില്? വെരി ഗുഡ്. നെയിം, പിന്നെ പേഷ്യന്റ് ഡീറ്റെയിൽസ് അല്ലെ, അഡ്രസ്, ഏജ്, സെക്സ് അല്ലെ, ഫോൺ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പേഷ്യൻസ് റെക്കോർഡിൽ വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ എന്താണ് കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ അല്ലെ? കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുമ്പോ മരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള രജിസ്റ്റർ നമ്മൾ അവിടെ കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതാണ് കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി എന്താണ് ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ്സ്. ഈ രോഗികളെ കൊണ്ടുവരുമ്പോ അവരെ നിരീക്ഷിച്ച് അവർക്ക് എന്തെങ്കിലും ഫോളോ അപ്പുകള്, എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷനില് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ടോ, അങ്ങനെയുള്ള ഫോളോ അപ്പുകള്, പിന്നെ മരുന്നുകൾ കൊടുക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ് ഇത് ഒബ്സർവേഷൻ, നിരീക്ഷണം, അതുപോലെ തന്നെ ഫോളോ അപ്പ് കിട്ടിയോ? ഇനി എന്താണ് റെഫറൽ റെക്കോർഡ്? നമുക്കറിയാലോ റെഫറൽ എന്തായിരിക്കും? റെഫറൽ റെക്കോർഡ് എന്ന് പറഞ്ഞാല് റെഫറൽ എന്തായിരിക്കും? ഡിസ്ചാർജ് പോലെ തന്നെ എന്താണ് ഇപ്പോ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ഹോസ്പിറ്റലില് അദ്ദേഹത്തെ ചികിത്സിക്കാനായിട്ട് പലതരത്തിലുള്ള സൗകര്യങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലെ? അതിനെയാണ് നമ്മൾ റെഫറൽ റെക്കോർഡ് പറയുന്നത്. റെഫറൽ റെക്കോർഡിൽ നമ്മൾ അത് റെക്കോർഡ് ചെയ്ത് വെക്കണം. ഓക്കെ, അതാണ് റെഫറൽ റെക്കോർഡ്. ഓക്കെ, ഇനി ട്രീറ്റ്മെന്റ് അറിയാലോ. ട്രീറ്റ്മെന്റ് റെക്കോർഡ് രോഗിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്ത് വെക്കണം? ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇനി നെക്സ്റ്റ് ആണ് മൈനർ OT റെക്കോർഡ്സ്. എന്താണ് OT? OT എന്താ? വെരി ഗുഡ്, സർജറി അല്ലെ? മൈനർ ആയിട്ടുള്ള OT എന്ന് പറഞ്ഞാല് ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, അപ്പോ മൈനർ സർജറി ഒക്കെ നടക്കുമ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ് മൈനർ OT റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ തിയേറ്റർ. ഇനി നെക്സ്റ്റ് ആണ് ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റർ. ഇപ്പോ നമ്മളൊരു ആക്സിഡന്റ് ഉണ്ടായി. അപ്പോ ഏത് ഭാഗത്താണ് ആക്സിഡന്റ് ഉണ്ടായത്? ഏത് സ്ഥലത്ത് വെച്ചാണ് ആക്സിഡന്റ് നടന്നത്? ഏത് സമയത്താണ്? ഏത് ജില്ലയിലാണ്? ഏത് ലൊക്കേഷനിലാണ്? അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോമിൽ ഫിൽ ചെയ്ത് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് രജിസ്റ്റർ ചെയ്ത് അത് എന്താണ് അത് കീപ്പ് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴാണ് നടന്നത്? ഒരു വ്യക്തിയെ ആക്സിഡന്റ് നടന്നിട്ട് നമ്മൾ കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുവരുമ്പോ അവര് ചോദിക്കാറുണ്ട്. ഇപ്പൊ ആക്സിഡന്റ് ആയിട്ട് കാഷ്വാലിറ്റിയിലോട്ടൊക്കെ പോയവർക്കൊക്കെ അറിയാൻ പറ്റും. ആരെങ്കിലും ഉണ്ടോ അങ്ങനത്തെ നമ്മുടെ ക്ലാസ്സില് ആക്സിഡന്റ് സംഭവിച്ചിട്ട് കാഷ്വാലിറ്റിയിലൊക്കെ കൊണ്ടുപോയ ആളുകള് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ കാഷ്വാലിറ്റിയിൽ കൊണ്ടു ചെല്ലുമ്പോ അവര് ചോദിക്കാറുണ്ട്. ഓക്കെ, അങ്ങനെയല്ലേ ചോദിക്കാറില്ലേ? എപ്പോഴാണ് നടന്നത്? ഏത് സ്ഥലത്ത് വെച്ചാണ്? ഏത് ലൊക്കേഷൻ ആണ്? ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണം ഓരോ കാര്യങ്ങളും. ഓക്കെ, അതാണ് ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റർ. നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി അതിന്റെ റീസൺ ചോദിക്കും. എങ്ങനെയാണ് വണ്ടി ഇടിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഇടിച്ചത്? അതിന്റെ റീസൺ, കാരണങ്ങളൊക്കെ നമ്മൾ അവിടെ എഴുതി റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതാണ് കേട്ടോ ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റർ. ഇനി എന്താണ് അറ്റൻഡൻസ് രജിസ്റ്റേഴ്സ് ഓഫ് ഓൾ കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ്. അതെന്തായിരിക്കും? അറിയാൻ പറ്റുമല്ലോ. അറ്റൻഡൻസ് രജിസ്റ്റർ ഓഫ് ഓൾ കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ്. അവിടെ വർക്ക് ചെയ്യുന്ന കാഷ്വാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ അറ്റൻഡൻസ് രജിസ്റ്റർ റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്ത് വെക്കണം. ഡ്യൂട്ടി കാര്യങ്ങൾ. ഇനി എന്താണ് രജിസ്റ്റർ ഡ്യൂട്ടി ഡോക്ടേഴ്സ്, സ്പെഷ്യലിസ്റ്റ് എക്സെട്ര. അപ്പൊ എന്താണ് ഡ്യൂട്ടി ഡോക്ടേഴ്സ് ഉണ്ടാവും അല്ലെ? കാഷ്വാലിറ്റിയില് പോയവർക്കൊക്കെ അറിയാൻ പറ്റും ഡ്യൂട്ടി ഡോക്ടേഴ്സ് ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് രാത്രിയൊക്കെ. അപ്പൊ അങ്ങനെയുള്ളവരുടെ റെക്കോർഡ് ഉണ്ടാവും, രജിസ്റ്റർ ഉണ്ടാവും. അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റുകൾ വന്നിട്ടുണ്ടാവും. ഇപ്പോ വേറെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന
ഡോക്ടേഴ്സ് സ്പെഷ്യലിസ്റ്റുകള് നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിരുന്നിട്ട് ചികിത്സിക്കാറുണ്ട് ഇല്ലേ? മറ്റു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് നമ്മുടെ വേറെ ഹോസ്പിറ്റലിലൊക്കെ വന്നിരുന്നിട്ട് രോഗികളെ ചികിത്സിക്കാറുണ്ട് അല്ലെ? അങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റുകളുടെയും രജിസ്റ്റർ നമ്മൾ ഇവിടെ കീപ്പ് ചെയ്ത് വെക്കണം. ക്യാഷ് വാലിറ്റിയിൽ കീപ്പ് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, പിന്നെ എന്താണ് ഓൾ ഡോക്യുമെന്റ്സ്, എക്സാമ്പിൾ അഡ്മിഷൻ കാർഡ്, കീ ഷീറ്റ്, ഡ്രഗ് ചാർട്ട്. എന്താണ് ഡ്രഗ് ചാർട്ട് എന്ന് പറഞ്ഞാല്? ഡ്രഗ് ചാർട്ട് എന്താ? എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വെരി ഗുഡ്, മെഡിസിൻ ചാർട്ട് കേട്ടോ, മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടത്. ഡ്രഗ് ചാർട്ട്. അതുപോലെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോം. ഇപ്പൊ രോഗികൾ മരിക്കുകയാണെങ്കിൽ, ആക്സിഡന്റ് ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന് മരിക്കുകയാണെങ്കിൽ നമ്മള് ബോഡി എന്താണ് ഇപ്പോ ഡെത്ത് ഫോം സർട്ടിഫിക്കറ്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പഞ്ചായത്തിൽ നിന്നൊക്കെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ഫില്ലൊക്കെ ചെയ്ത് കൊടുക്കണം. അതാണ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോം. ഓക്കെ, പിന്നെ കാര്യങ്ങളൊക്കെ അഡ്മിഷൻ കാർഡുകള്, അതുപോലെ കീ ഷീറ്റ്, ഡ്രഗ് ചാർട്ട്, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോംസ് ഒക്കെ ഇവിടെ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഓരോ കാര്യങ്ങളും നമ്മൾ കീപ്പ് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ് ക്യാഷ് വാലിറ്റിയില്. ഓക്കെ, പിന്നെ എന്താണ് MLC record with all the diagnostic and investigation result and keep under the lock and key under CMO cash value. ക്യാഷ് വാലിറ്റി ആക്കണം കേട്ടോ. അവിടെ ക്യാഷ് വാലിറ്റി ആക്കാൻ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയവര് ക്യാഷ് വാലിന്നാണ്, അത് ക്യാഷ് വാലിറ്റി ആക്കണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ക്യാഷ് വാലിറ്റി ആക്കാം. അപ്പോ MLC എന്ന് പറഞ്ഞാല് നെക്സ്റ്റ് പോയിന്റിൽ കൊടുത്തിട്ടുണ്ട്. MLC എന്ന് പറഞ്ഞാല് മെഡിക്കോ ലീഗൽ കേസസ്. എക്സ്പാൻഡ് MLC ഇമ്പോർട്ടന്റ് ആണ്. മെഡിക്കോ ലീഗൽ കേസ് ഏതൊക്കെയാണ് മെഡിക്കോ ലീഗൽ കേസസ് ആയിട്ട് വരുന്നത്? നോക്കിയേ, ആക്സിഡന്റ് ആൻഡ് ആ പോയിന്റ് പറഞ്ഞു തരാം കേട്ടോ മിസ്. അതിന്റെ പോയിന്റ് നോക്കാം. മെഡിക്കോ ലീഗൽ കേസസ് ലൈക്ക് ആക്സിഡന്റ് and trauma, assault, rape, poisoning, and unconscious spot death should be stamped as MLC. അപ്പോ MLC കേസുകളാണ് ഏതൊക്കെ? ആക്സിഡന്റ്, അതുപോലെ ട്രോമ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഘാതങ്ങള്, വലിയ മുറിവുകള്. അതുപോലെ അസാൾട്ട്, അക്രമങ്ങൾ. ഇപ്പൊ മാലയൊക്കെ പൊട്ടിച്ചും പോയിട്ട് അല്ലെ, അങ്ങനെയുള്ള ആക്സിഡന്റ് കേസുകളൊക്കെ. അപ്പൊ അതൊക്കെ എന്താണ്? ആക്രമണങ്ങളാണ്. അതുപോലെ തന്നെ റേപ്പ് അറിയാലോ, റേപ്പ്, പോയിസണും കൊടുത്ത് കൊല്ലുന്നത്, പോയിസൺസ് ഒക്കെ കൊടുത്ത് കൊല്ലാൻ നോക്കില്ല. ഇതൊക്കെ എന്താണ്? മെഡിക്കോ ലീഗൽ കേസസുകളാണ്. ഇങ്ങനെയുള്ള മെഡിക്കോ ലീഗൽ കേസസുകൾ വരുമ്പോ ആരാണ് സ്റ്റാമ്പ് ചെയ്ത് വെക്കേണ്ടത്? MLC. മെഡിക്കോ ലീഗൽ കേസസുകളായിട്ട് ആക്സിഡന്റ്, ട്രോമ, അസാൾട്ട്, റേപ്പ്, പോയിസണിങ്, അതുപോലെ തന്നെ കോൺഷ്യസ് സ്പോട്ട് ഡെത്ത്, ബോധമില്ലാതെ അല്ലെ, പെട്ടെന്ന് ബോധമില്ലാതെ മരിക്കുന്നതൊക്കെ എന്താണ്? ഈ മെഡിക്കോ ലീഗൽ കേസസുകളാണ്. മെഡിക്കോ ലീഗൽ കേസസുകളായിട്ട് സ്റ്റാമ്പ് ചെയ്ത് ആരാണ് സൂക്ഷിക്കേണ്ടത്? CMO ആണ്, ക്യാഷ് വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണ് സൂക്ഷിക്കേണ്ടത്. ഇനി അതിന്റെ തൊട്ട് മുൻപത്തെ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ, ആ പോയിന്റ് ഒന്ന് നോക്കാം കേട്ടോ. എന്താണ്? മെഡിക്കോ ലീഗൽ കേസ് റെക്കോർഡ് വിത്ത് ഓൾ diagnostic and investigation results and kept under the lock and key under CMO. ഇങ്ങനെ മെഡിക്കൽ ലീഗൽ കേസുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡുകൾ സൂക്ഷിച്ചു വെക്കേണ്ടത് ക്യാഷ് വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഈ മെഡിക്കൽ ലീഗൽ കേസുകൾ സ്റ്റാമ്പ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? സ്റ്റാമ്പ് ചെയ്യണത് അവിടുത്തെ ഡോക്ടർ ആയിരിക്കും കേട്ടോ, മെഡിക്കൽ ഓഫീസർ ആയിരിക്കും സ്റ്റാമ്പ് ചെയ്യുന്നത്. അത് സൂക്ഷിച്ചു വെക്കുന്നത് CMOന്റെ അണ്ടറിലായിരിക്കും കേട്ടോ. ക്ലിയർ ആയോ മിസ് പറഞ്ഞത്? സ്റ്റാമ്പ് ചെയ്യുന്നത് അവിടുത്തെ ഡോക്ടർ ആയിരിക്കും, ക്യാഷ് വാലിറ്റിയിലുള്ള മെഡിക്കൽ ഓഫീസർ ആയിരിക്കും സ്റ്റാമ്പ് ചെയ്യുന്നത്. സ്റ്റാമ്പ് ചെയ്ത് വെച്ച ഇങ്ങനെയുള്ള മെഡിക്കൽ ലീഗൽ കേസസുകള് സൂക്ഷിക്കുന്നത് CMOന്റെ അണ്ടറിലായിരിക്കും. ക്ലിക്കായോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ,
ഇനി എന്താണ് ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, പോലീസ് ഇന്റിമേഷൻ ബുക്ക് അല്ലെ. ഇപ്പോ എന്താണ് ആക്സിഡന്റ് കേസുകള്, റേപ്പ് കേസുകള്, അങ്ങനെയുള്ള കേസുകള് അല്ലെ, മെഡിക്കൽ ലീഗൽ കേസുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ MLC എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ലീഗൽ കേസസ്. ഞാൻ പറഞ്ഞില്ലേ മെഡിക്കൽ ലീഗൽ കേസസ് ആണ് MLC എന്ന് പറഞ്ഞാല്. അതാണ് ഞാൻ ഈ പോയിന്റ് പറഞ്ഞത് ആദ്യം. ഓക്കെ, MLC മെഡിക്കൽ ലീഗൽ കേസസുകള് ക്ലിയർ ആയില്ലേ? ആക്സിഡന്റ്, ട്രോമ, അസാൾട്ട്, റേപ്പ്, പോയിസണിങ് തുടങ്ങിയവയാണ് മെഡിക്കൽ ലീഗൽ കേസസുകൾ കേട്ടോ. ഇതൊന്ന് ഓർത്ത് വെക്കണം, ഏതൊക്കെയാണെന്ന് ചോദിക്കാം മെഡിക്കൽ ലീഗൽ കേസസുകൾ. ഇനി പോലീസ് ഇന്റിമേഷൻ ബുക്ക് നമ്മൾ പറഞ്ഞു, ഇങ്ങനെയുള്ള ആക്സിഡന്റ് കേസസുകൾ, റേപ്പ് കേസുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് പോലീസ് കേസ് ആകും അല്ലെ, പോലീസ് വരും, പോലീസ് കേസസ് ആവും. അതുകൊണ്ട് തന്നെ ഈ കാഷ്വാലിറ്റിയില് പോലീസ് ഇന്റിമേഷൻ ബുക്ക് നമ്മൾ കീപ്പ് ചെയ്യണം, അവരുടെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ പോലീസിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതാണ് പോലീസ് ഇന്റിമേഷൻ ബുക്ക്. ക്ലിയർ ആയോ? ഇത്രയും റെക്കോർഡ്സ് ആണ് കാഷ്വാലിറ്റിയിൽ നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയ റെക്കോർഡ്സ്. വലുതാക്കണോ? സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഒന്നുകൂടി വലുതാക്കണോ മിസ്? വേണ്ട, വലുതാക്കണം. ഓക്കെ, വലുതാക്കി തരാം. തേർഡ് പോയിന്റ് എന്താണ്? നമ്മൾ അവരെ രോഗികളെ കൊണ്ടുവരുമ്പോ നമ്മള് നിരീക്ഷിക്കോ അല്ലെ, ഒബ്സർവേഷനിൽ കിടത്താറുണ്ട്. അങ്ങനെ നിരീക്ഷിക്കുന്നതും അതുമായിട്ട് നമ്മൾ മരുന്നുകൾ കൊടുക്കാറുണ്ട് അല്ലെ. പുതിയ അവർക്ക് എന്തെങ്കിലും ഫോളോ അപ്പുകൾ നമ്മൾ കൊടുക്കാറുണ്ട്, മരുന്നുകള്. അതുപോലെ തന്നെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അവരുടെ മെഡിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കണ്ടീഷൻ ഒക്കെ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഒബ്സർവേഷൻ റിപ്പോർട്ട്, അതുപോലെ ഫോളോ അപ്സ് കേട്ടോ. ഇതാണ് ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റിപ്പോർട്ട്. ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അസാൾട്ട്, അക്രമങ്ങൾ. ആക്രമിക്കില്ലേ, മാല പൊട്ടിച്ചുകൊണ്ട് പോവാ, അങ്ങനെയുള്ള ബൈക്കിലൊക്കെ വന്നിട്ട്, ഇതൊക്കെ ആക്രമങ്ങളാണല്ലേ. ആക്രമിക്കുക, ഗുണ്ടകൾ വന്ന് ആക്രമിക്കുക, ഇതൊക്കെ എന്താണ്? അക്രമങ്ങളാണ്. ഓക്കെ, EMT എന്ന് പറഞ്ഞാല് എന്താണ്? എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ഫോർത്ത് പോയിന്റ് എന്താ? റഫറൽ റെക്കോർഡ്. എന്താ റഫറൽ റെക്കോർഡ് എന്ന് പറഞ്ഞു കൊടുക്കോ? റഫറൽ റെക്കോർഡ് എന്ന് പറഞ്ഞാല്, റഫറൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്താണ് റഫറല്? ഒന്ന് പറഞ്ഞു കൊടുത്തേ റഫറൽ റെക്കോർഡ്. അതെ, പറയുന്നുണ്ട് കേട്ടോ, കുട്ടികൾ പറയുന്നുണ്ടല്ലോ. മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഇപ്പൊ നമ്മൾ ഒരു വ്യക്തിയെ, ഒരു പേഷ്യന്റിനെ നമ്മൾ കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുവരുമ്പോ അധികം ഫെസിലിറ്റീസ് ഒന്നുമില്ല, അദ്ദേഹത്തെ ചികിത്സിക്കാനായിട്ട് ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വേറെ ഹോസ്പിറ്റലിലോട്ട്, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യും അല്ലെ. അതിനെയാണ് നമ്മൾ റഫറൽ റെക്കോർഡ്. അപ്പൊ അവിടെ എഴുതി വെക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഓക്കെ, അതാണ് റഫറൽ റെക്കോർഡ്. നെക്സ്റ്റ് പോർഷനിലോട്ട് പോവാം നമുക്ക്. ഓക്കെ അല്ലേ? റെക്കോർഡ്സുകള് എന്താണ്? ഫങ്ഷൻസ് ഓഫ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസ് വിച്ച് ആർ. അപ്പോ എമർജൻസി ആൻഡ് ആക്സിഡന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് ആണ് ഇനി നമ്മൾ പഠിക്കുന്നത് കേട്ടോ. 5 കാര്യങ്ങളാണ്. എളുപ്പമാണ് ഈ പോയിന്റ്സ് പഠിക്കാനായിട്ട്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കിയേ.
to provide immediate and correct life-saving medical care. കാഷ്വാലിറ്റിയിലോട്ട് ഒരു രോഗിയെ കൊണ്ടുവരുമ്പോ എന്താണ് അവർക്ക് കൊടുക്കുന്നത്? നമ്മള് സീരിയസ് ആയിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോ എന്താ കൊടുക്കാം? ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യാറില്ലേ? ആണോ? ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട്? ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് മെഡിക്കൽ കെയർ. ഇത്രയും പഠിച്ചാൽ മതി അതിനകത്ത് കേട്ടോ. എന്താണ് ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് മെഡിക്കൽ കെയർ. ഓക്കെ, പിന്നെ എന്താണ് ടു liaise with the court and police in medico-legal case wherever required. Whenever required. എന്താ പറയുന്നത്? നമ്മൾ പഠിച്ചല്ലേ മെഡിക്കോ-ലീഗൽ കേസസുകള്, ആക്രമണങ്ങള്, അതുപോലെ റേപ്പ് കേസുകള്, പോയ്സണിങ്, മർഡർ, ആക്സിഡന്റ്, ഇതൊക്കെയാണ് മെഡിക്കോ-ലീഗൽ കേസസുകളായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസസുകൾ വരുമ്പോ കാഷ്വാലിറ്റിയില് അങ്ങനെയുള്ള കേസസുകളാണല്ലോ മിക്കതും വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസസുകൾ വരുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പോലീസും കോർട്ടുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കണം. ആര്? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് അല്ലെ? പോലീസ് കേസസ് ആവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കോർട്ടും പോലീസുമായിട്ട് ലിയസ് എന്ന് പറഞ്ഞാല് ഒരു സമ്പർക്കം, നല്ലൊരു ബന്ധം പുലർത്തണം. സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് മെഡിക്കൽ കെയർ. അതുപോലെ തന്നെ മെഡിക്കോ-ലീഗൽ കേസസുകൾ വരുമ്പോ കോർട്ടുമായിട്ടും അതുപോലെ തന്നെ പോലീസുമായിട്ടും നല്ലൊരു ബന്ധം നമുക്ക് സ്ഥാപിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? To provide ambulance service for pre-hospital care and transportation of patient to and from the hospital. എന്താണ് രോഗികൾക്ക് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? സീരിയസ് ആയിട്ട് ഒരു ആക്സിഡന്റ് കേസസ് ആയിട്ട് ഇപ്പൊ റോഡിലൊക്കെ ആളുകൾ കിടന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് വന്ന് കൊണ്ടുപോവാ നമ്മളെ ഹോസ്പിറ്റലിലോട്ട്? ഏത് സർവീസാ വരാ? ആംബുലൻസിലാണല്ലേ വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ടു പ്രൊവൈഡ് ആംബുലൻസ് സർവീസ് അല്ലെ? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷനില് മൂന്നാമത്തെ ഫംഗ്ഷൻ ആണ് എന്ത്? ടു പ്രൊവൈഡ് ആംബുലൻസ് സർവീസ്. രോഗികൾക്ക് ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, രോഗികളെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ എന്താണ് നാലാമത്തെ പോയിന്റ്? To fulfill the role of information and communication center, especially during disasters. എന്താണ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാല്? ഡിസാസ്റ്റേഴ്സ് എന്താ? എന്താണ് ഡിസാസ്റ്റേഴ്സ്? ദുരന്തം. വെരി ഗുഡ്, ദുരന്തങ്ങൾ അല്ലെ? ദുരന്തങ്ങള്, ഫ്ലഡ്, ഇതൊക്കെ എന്താണ്? ഡിസാസ്റ്റർ ആണ്. അപ്പൊ അങ്ങനെ വല്ല ദുരന്തങ്ങൾ, ഇപ്പൊ നമുക്ക് വയനാട് ദുരന്തം എടുക്കാം. വയനാട് ദുരന്തത്തിൽ എന്താണ്? കുറെ ആളുകൾ മരിച്ചിട്ടുണ്ട്, കുറെ ആളുകളുടെ കൈയും കാലൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ കുറെ അപകടങ്ങള് ആ ദുരന്തത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഈ ചില ആളുകളെ നഷ്ടപ്പെട്ടവരുണ്ടാവാം, അല്ലെങ്കിൽ ചില ആളുകളുടെ കൈ മാത്രം കിട്ടിയവരുണ്ടാവാം, റിലേറ്റീവ്സിനൊക്കെ. അപ്പോ അവരൊക്കെ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുന്നത് ആരായിരിക്കും? ഹോസ്പിറ്റൽസ് ആയിരിക്കും അല്ലെ? ഇതാരുടെ കൈയാണ് അല്ലെങ്കിൽ ഇതാരുടെ ഉടലായിരിക്കാം എന്ന് രോഗികൾ റിലേറ്റീവ്സിന്, അവരുടെ ഫാമിലിക്കൊക്കെ ലിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധം, നല്ലൊരു സമ്പർക്കം, പരസ്പര ബന്ധം എന്നൊക്കെ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്? അങ്ങനെ ദുരന്തത്തില് കുറെ ആളുകൾ മരണപ്പെടാം, കുറെ ആളുകളുടെ കയ്യും കാലം നഷ്ടപ്പെടാം. അപ്പൊ മരണപ്പെട്ടവരൊക്കെ എന്താണ്? ചില ആളുകളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. അവരെയൊക്കെ കണ്ടെത്തി റിലേറ്റീവ്സിന് കൊടുക്കുന്നത് ആരാണ്? ഈ ഹോസ്പിറ്റൽസ് ആണ് അല്ലെ? അതുകൊണ്ട് തന്നെ നല്ലൊരു ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെന്റർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് നാലാമത്തെ പോയിന്റിൽ പറയുന്നത് കേട്ടോ. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെന്റർ ആയിട്ട് ഹോസ്പിറ്റല് അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? നാലാമത്തെ പോയിന്റ് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ? ഇനി എന്താണ് അഞ്ചാമത്തെ പോയിന്റ് നോക്കി? ഫിഫ്ത് പോയിന്റ്,
education, training and research activities in medical staff. അതാണ് മെഡിക്കൽ സ്റ്റാഫുകൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവർക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, അതുപോലെ പല ഗവേഷണങ്ങൾ അല്ലെ റിസർച്ച് ആക്ടിവിറ്റീസ് നടത്താനായിട്ട് ഈ മെഡിക്കൽ സ്റ്റാഫുകളെ സഹായിക്കുന്നത് ആരാണ്? ഹോസ്പിറ്റൽസ് ആണ് അല്ലെ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഫങ്ഷൻസ് ആയിട്ട് വരുന്നത് കേട്ടോ. ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? ഇമ്മീഡിയറ്റ് മെഡിക്കൽ കെയർ കൊടുക്കുന്നത്, അതുപോലെ കോർട്ടും പോലീസുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കണം. മെഡിക്കോ ലീഗൽ കേസുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് നല്ലൊരു ബന്ധം സമ്പർക്കം പുലർത്തണം നമ്മള്. അതുപോലെ തന്നെ എമർജൻസി ഈ ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്, രോഗികളെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ എന്താണ് പറഞ്ഞത്? ഒരു ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെന്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു. എന്തില്? ഡിസാസ്റ്റർ, ഡ്യൂറിങ് ഡിസാസ്റ്റേഴ്സ്, ദുരന്തത്തിൽ നമുക്കറിയാം അല്ലെ, ആളുകളെ തിരിച്ചറിയാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകളെ തിരിച്ചറിഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇത് ആരുടെ ഉടലാണ്, അല്ലെങ്കിൽ ഇത് ആരുടെ കൈയും കാലാണ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നാണ്. പിന്നെന്താണ്? മെഡിക്കൽ സ്റ്റാഫുകൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവർക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ റിസർച്ച് ആക്ടിവിറ്റീസ് നടത്താനായിട്ട് അവരെ സഹായിക്കുന്നത് ഹോസ്പിറ്റൽസ് ആണ്. ഒക്കെയാണോ? 5 കാര്യങ്ങൾ കേട്ടോ. ക്ലിയർ ആയെങ്കിൽ കമന്റ് ഇടണം കേട്ടോ. നെക്സ്റ്റ് പോർഷനിലോട്ട് പോവാം. ഓക്കെ, എഴുതിയെടുത്തോ എല്ലാവരും? ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് കിട്ടി തുടങ്ങിയോ? ഇല്ല, കിട്ടാത്തവരുണ്ടല്ലേ, അതുകൊണ്ടാണ് ചോദിച്ചത് കേട്ടോ. ഭൂരിഭാഗം എല്ലാവർക്കും കിട്ടി. ഓക്കെ ഓക്കെ, ഇപ്പൊ ഈ ആഴ്ച തന്നെ അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, കിട്ടാത്തവരുണ്ടല്ലേ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പോർഷൻ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ഇൻഷുർ. ഇൻഷുർ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഷുർ മീനിങ് എന്താ? ഇൻഷുർ എന്ന് പറഞ്ഞാല് ഉറപ്പ് നൽകുക അല്ലെ, ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ഇൻഷുർ. നമ്മൾ ഏതൊരു ചാപ്റ്റർ പഠിച്ചാലും ലാസ്റ്റ് വരുമ്പോ എന്താണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ഇൻഷുർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിന് പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലേ, കാഷ്വാലിറ്റി, അതുപോലെ റേഡിയോളജി, അല്ല പല പീഡിയാട്രിക്, അതുപോലെ ഓർത്തോ അല്ലെ, പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റുകൾക്കൊക്കെ പോളിസി, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പോളിസി പ്രൊസീജിയറും വ്യത്യാസമാണ്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ട അവര് ഏതൊക്കെ പോളിസിയിലൂടെ, ഏതൊക്കെ ഗൈഡ് ലൈൻസിലൂടെയാണ് പോകേണ്ടത് എന്നുള്ള കാര്യം ഇത് എഴുതി കൊടുക്കുന്നത് ആരായിരിക്കും? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ കാര്യനിർവഹണം അല്ലെ, കാര്യനിർവഹണം. ഓക്കെ, അപ്പൊ എല്ലാ കാര്യങ്ങളും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പോളിസീസും പ്രൊസീജിയറും അവരെങ്ങനെയാണ് പോകേണ്ടത്, മുൻപോട്ട് പോകേണ്ടത് ഏത് പോളിസിയിലൂടെയാണ് അല്ലെങ്കിൽ ഏത് പ്രൊസീജിയറിലൂടെയാണ് അവര് പോകേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിട്ടൺ രീതിയിൽ എഴുതി തയ്യാറാക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ ഏരിയയാണ്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എഴുതിയിട്ടുണ്ടാവും. കാഷ്വാലിറ്റിക്കും എന്തുണ്ടാവും? ഓരോ പോളിസീസും പ്രൊസീജിയറും ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഗൈഡ് ലൈൻസ് ഒക്കെ എഴുതുന്നത് ആരായിരിക്കും? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്.
അവര് കുറച്ച് കാര്യങ്ങള് നോക്കി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. കുറച്ച് പോയിന്റ്സ് ഉണ്ട് അതിനകത്ത്. ഇത്രയും കാര്യങ്ങൾ മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കി. ED എന്താ മറക്കരുത് കേട്ടോ. ED എന്ന് പറഞ്ഞാൽ എന്താ? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. വെരി ഗുഡ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് must be organized and administrated. Organized എന്ന് പറഞ്ഞാൽ എന്താ? Organized എന്താ? സംഘടന അല്ലെങ്കിൽ സംഘടിപ്പിക്കുക. അതുപോലെ അഡ്മിനിസ്ട്രേറ്റർ നമ്മൾ പറഞ്ഞു അല്ലെ. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിർവഹണം, കാര്യനിർവഹണം. ഓക്കെ. To meet the health care needs of its population. ഇവിടെ വായിക്കാം. The ED must be organized and administrated to meet the health care needs of its population. ഇവിടെ പോപ്പുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആരായിരിക്കും? പോപ്പുലേഷൻ പറയാൻ പറ്റും? ആരായിരിക്കാം പോപ്പുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? വെരി ഗുഡ്. പേഷ്യൻസിനെ അല്ലെ, കാഷ്വാലിറ്റിയിലോട്ട് വരുന്ന പേഷ്യൻസിനെയാണ് പോപ്പുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോ കാഷ്വാലിറ്റിയിലോട്ട് വരുന്ന പേഷ്യൻസിന്റെ നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ED ഡിപ്പാർട്ട്മെന്റ് ചെയ്തു കൊടുക്കണം. മനസ്സിലായോ? അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുകയും അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ വരുന്നുണ്ട്, അവരുടെ നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് മീറ്റപ്പ് ചെയ്യേണ്ടത് ആരുടെ കടമയാണ്? ED ഡിപ്പാർട്ട്മെന്റിന്റെ കടമയാണ്. ഒന്നുകൂടി പറയാം. കാഷ്വാലിറ്റിയിലോട്ട് വരുന്ന പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് അവർക്ക് മീറ്റപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ED ഡിപ്പാർട്ട്മെന്റിന്റെ കടമയാണ്. ഇനി നോക്കിയേ. ഇനി ഈ കാര്യങ്ങളൊക്കെ ED ഡിപ്പാർട്ട്മെന്റ് കാഷ്വാലിറ്റി കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ആരാ ശ്രദ്ധിക്കേണ്ടത്? എന്നുള്ള കാര്യം ആര് ഉറപ്പുവരുത്തണം? ആര് നോക്കണം? ആര് നോക്കണം? ED ആണോ നോക്കേണ്ടത്? ED ഡിപ്പാർട്ട്മെന്റ് ഈ കാര്യങ്ങള് അവരുടെ ആവശ്യങ്ങള് ഓക്കെ അഡ്മിനിസ്ട്രേഷൻ ഏരിയയിലെ ചെയ്യേണ്ടത്. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ് ഉറപ്പുവരുത്തേണ്ടത് കേട്ടോ. നമ്മൾ പഠിക്കുന്നത് എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ. അപ്പോ കാഷ്വാലിറ്റിയിലോട്ട് വരുന്ന പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കണം. ആര്? ED ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. ഇത് അവർ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ആരാണ് ഉറപ്പുവരുത്തേണ്ടത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഉറപ്പുവരുത്തേണ്ടത്. ഫസ്റ്റ് പോയിന്റ് ഓക്കെയാണോ എല്ലാവർക്കും? ക്ലിയർ ആയോ ഫസ്റ്റ് പോയിന്റ്? ഓക്കെ. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കിയേ. ഓപ്പറേഷൻ ഓഫ് ED must be guided by written policies and procedures. മിസ് പറഞ്ഞില്ലേ എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ പോളിസീസ് ഉണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ കാഷ്വാലിറ്റിക്കും പോളിസീസ് ഉണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് റിട്ടൺ ചെയ്ത് എഴുതി കൊടുക്കുന്നത് ആരുടെ കടമയാണ്? അല്ലെങ്കിൽ ആരാണ് എഴുതി കൊടുക്കുന്നത്? ED ആണോ? വീണ്ടും എന്താ ED എന്ന് പറയുന്നത്? ആരാണ് എഴുതി കൊടുക്കുന്നത്? പോളിസീസും ഈ കാഷ്വാലിറ്റി അല്ലെങ്കിൽ ED ഡിപ്പാർട്ട്മെന്റ് ഫോളോ ചെയ്യേണ്ട പോളിസീസും പ്രൊസീജിയേഴ്സും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ? ഓക്കെ. അപ്പൊ എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലില് പല ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. ആ പല ഡിപ്പാർട്ട്മെന്റും ഫോളോ ചെയ്യുന്ന പോളിസീസും പ്രൊസീജിയേഴ്സും ഡിഫറെന്റ് ആണ്. അതൊന്ന് ഉറപ്പുവെക്കണം കേട്ടോ.
ഡിഫറെന്റ് ആണ്. ഓരോ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിനുള്ളതായിരിക്കില്ല കാഷ്വാലിറ്റിക്കുള്ളത്, കാഷ്വാലിറ്റിക്കുള്ളതായിരിക്കില്ല ചിലപ്പോ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിനുള്ളത്. അങ്ങനെയായിരിക്കും, വ്യത്യാസപ്പെട്ടിരിക്കും. ഈ പോളിസീസ് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പോളിസീസും പ്രൊസീജിയേഴ്സും ഗൈഡ് ലൈൻസ് ഒക്കെ എഴുതുന്നത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. അപ്പോ അവര് എഴുതി കൊടുക്കുന്ന പോളിസീസും പ്രൊസീജിയേഴ്സും കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ, കാഷ്വാലിറ്റി അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ കടമയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയയുടെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? Okay. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. മെഡിക്കൽ ആൻഡ് ദ നഴ്സിംഗ് ഡയറക്ടർ ഓഫ് ഹോസ്പിറ്റൽ along with the appropriate integration of ancillary service. Ancillary service എന്ന് പറഞ്ഞാല് എന്താണ്? അനുബന്ധമായ ട്ടോ, അനുബന്ധമായ ancillary services must ensure quality and staff integrity. ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അവിടെ ആരൊക്കെ ഉണ്ടാവും? മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാവും, അതുപോലെ നഴ്സിംഗ് സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. കാഷ്വാലിറ്റിയില് മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാവും, നഴ്സിംഗ് സ്റ്റാഫുകൾ ഉണ്ടാവും. അവര് ഈ അവിടെ വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന ക്വാളിറ്റിയുള്ള സർവീസ് ആണോ? ഇവര് കൊടുക്കുന്ന സർവീസ് സ്റ്റാഫുകളും മെഡിക്കൽ അല്ലെ, ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സുമാരും ഉണ്ടാവും. അവര് കൊടുക്കുന്ന, അവിടെ വരുന്ന പേഷ്യൻസിന് അവര് കൊടുക്കുന്ന സർവീസ് ക്വാളിറ്റി ഉള്ളതാണോ എന്നുള്ളത് ആര് ഉറപ്പുവരുത്തേണ്ടതാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. അത്രയും ഉള്ളൂ ആ പോയിന്റിൽ പഠിക്കാൻ കേട്ടോ. എന്താണ് പറഞ്ഞത്? മെഡിക്കൽ സ്റ്റാഫുകളും നഴ്സിംഗ് സ്റ്റാഫുകളും രോഗികൾക്ക് കൊടുക്കുന്ന മെഡിക്കൽ കെയർ ക്വാളിറ്റിയോടെയാണോ അവർ കൊടുക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ കടമയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് എമർജൻസി കെയർ ആർ കണ്ടിന്യൂലി മോണിറ്റേർഡ് ആൻഡ് ഇവാലുവേറ്റഡ്. ഒന്നുകൂടിയും പറയാം. അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് എമർജൻസി കെയർ ആർ കണ്ടിന്യൂലി മോണിറ്റേർഡ് ആൻഡ് ഇവാലുവേറ്റഡ്. മോണിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? മോണിറ്റർ എന്താ? നിരീക്ഷിക്കുക. ഓക്കെ, ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. അതുപോലെ തന്നെ ഇവാലുവേറ്റ് എന്താണ്? ഇവാലുവേറ്റ് വിലയിരുത്തുക. അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. മോണിറ്റർ എന്ന് പറഞ്ഞാൽ ഒബ്സർവ് അല്ലെങ്കിൽ നിരീക്ഷണം. അതുപോലെ ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാല് വിലയിരുത്തുക. അപ്പോ എന്താണ്? പേഷ്യൻസിന് കൊടുക്കുന്ന എമർജൻസി കെയർ കണ്ടിന്യൂസ് ആയിട്ട് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും വേണം. ആരാ ചെയ്യേണ്ടത്? ആരാ ഉറപ്പുവരുത്തേണ്ടത്? ഇനി മറക്കരുത് കേട്ടോ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. ഓക്കെ, ക്ലിക്കായോ പറഞ്ഞത്? ഓക്കെ ആണ്. അപ്പൊ എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ഫോർത്ത് പോയിന്റിൽ നമ്മൾ പറഞ്ഞത്? പേഷ്യൻസിന് എമർജൻസി കെയർ കൊടുക്കുമ്പോ അത് കണ്ടിന്യൂലി കെയർ നല്ല രീതിയിലാണോ കൊടുക്കുന്നത് എന്ന് കണ്ടിന്യൂലി മോണിറ്റർ ചെയ്യണം, നിരീക്ഷിക്കുകയും ഇവാലുവേറ്റ് ചെയ്യണം, വിലയിരുത്തുകയും വേണം. ആര്? എച്ച് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. ക്ലിയർ ആയോ? 4 പോയിന്റ് വരെയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞോട്ടെ. ഡൗട്ട് ഉണ്ടോ 4 പോയിന്റില്? ക്ലിയർ ആണ്. ഇനി 5ാമത്തെ പോയിന്റ് നോക്കിയേ. The medical director should oversee
all aspects of the practice of emergency medicine in India. എന്താണ് അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത്? ഇഡിയിലെ പ്രവർത്തനങ്ങള് ഈ മെഡിക്കൽ ഡയറക്ടർ ഓവർസീ ചെയ്യണം. മനസ്സിലായോ? എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും മെഡിക്കൽ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ സംബന്ധമായ മെഡിക്കൽ ഡോക്ടേഴ്സ്. അപ്പോ അവര് എന്ത് ചെയ്യണം? ഓവർസീ ചെയ്യണം. മെഡിക്കൽ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോ അവിടെ രോഗികൾക്ക് കൊടുക്കുന്ന മരുന്നുകള്, മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മരുന്നുകള് കൃത്യമായിട്ടാണോ, കൃത്യ ടൈമിന് അവര് മരുന്ന് കൊടുക്കുന്നുണ്ടോ? ഈ രോഗികൾക്ക് അവിടുത്തെ സ്റ്റാഫുകള് കൃത്യസമയത്ത് മരുന്ന് കൊടുക്കുന്നുണ്ടോ? അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളാണോ കൊടുക്കുന്നത്? അത് കൃത്യമായിട്ട് മെഡിക്കൽ ഡയറക്ടർ ഓവർസീ ചെയ്യണം. ക്ലിയർ ആയോ? ഇങ്ങനെ ഈ മെഡിക്കൽ ഡയറക്ടർ കൃത്യമായിട്ട് ഓവർസീ ചെയ്യുന്നുണ്ടോ എന്ന് ആരാ ശ്രദ്ധിക്കേണ്ടത്? ആരാ ഉറപ്പുവരുത്തേണ്ടത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ക്ലിയർ ആയോ പോയിന്റ്? ഇഡിയിൽ നടക്കുന്ന അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും മെഡിക്കൽ ഡയറക്ടർ ഓവർസീ ചെയ്യേണ്ടതാണ്. മെഡിക്കൽ ഡയറക്ടർ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, മരുന്നിന്റെ കേസ് ആണെങ്കിൽ പറയുന്നത്, മരുന്നിന്റെ കേസ് പറയുമ്പോ മരുന്ന് കൃത്യമായിട്ട് കൃത്യസമയത്ത് രോഗികൾക്ക് കൊടുക്കുന്നുണ്ടോ, കൃത്യമായിട്ടുള്ള അളവിൽ കൊടുക്കുന്നുണ്ടോ, കൃത്യമായിട്ടുള്ള ഡോസിൽ കൊടുക്കുന്നുണ്ടോ, അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളാണ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് മെഡിക്കൽ ഡയറക്ടർ ആണ്. അത് ഓവർസീ ചെയ്യണം. ഇത് കൃത്യമായിട്ട് ഈ മെഡിക്കൽ ഡയറക്ടർ ഓവർസീ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. All new staff members should get a formal orientation program that addresses. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോ മെസ്സിയുടെ കോഴ്സ് കഴിഞ്ഞു, ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. അപ്പൊ നിങ്ങൾ എന്താണ്? പുതിയതായിട്ട് ചെയ്യുന്ന സ്റ്റാഫ് ആണല്ലോ അല്ലെ? പുതിയതായിട്ട് ആ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന സ്റ്റാഫ് ആണല്ലേ? അപ്പൊ നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്, ഒന്നും അറിയില്ല. ഹോസ്പിറ്റലിൽ ചെന്നു നമുക്ക് ജോലി കിട്ടിയെന്ന് മാത്രം അറിയാം, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അവിടെ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുക്കണം, ഫോർമൽ ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുക്കേണ്ടത്. അവിടെ വന്ന ന്യൂ സ്റ്റാഫുകൾക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്, നിങ്ങളുടെ ജോബ് എന്താണ്, ജോബിനെ കുറിച്ച് പറഞ്ഞു തരാം, ഒന്ന് പരിചയപ്പെടുത്തി തരാം അല്ലെ? എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഫോർമൽ ഓറിയന്റേഷൻ പ്രോഗ്രാം ജോബിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തി നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് ഫോർമൽ ഓറിയന്റേഷൻ പ്രോഗ്രാം. അപ്പൊ പുതിയതായിട്ട് വന്ന ന്യൂ സ്റ്റാഫുകൾക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുക്കേണ്ടത് ആരുടെ കടമയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടി ആണ്. ഓക്കെ, അതാണ് ആ പോയിന്റ് കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ദ മിഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. അറിയാലോ നമുക്ക് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും, ഇപ്പൊ ഹോസ്പിറ്റലില് മാത്രമല്ല ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലും ഉണ്ടാവും മിഷൻ ഉണ്ടാവും അല്ലെ? സ്കൂളിലാണെങ്കിലും അല്ലെ, എവിടെ ചെന്നാലും നമുക്ക് എന്താണ്? ഒരു മിഷനും ഉണ്ടാവും ഏതൊരു ഫേമിനും, ഏതൊരു ഓർഗനൈസേഷനും. അതുകൊണ്ട് ഇപ്പോ ഹോസ്പിറ്റലും, നമ്മളിപ്പോ ഹോസ്പിറ്റലാണ് പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ അതിന്റെ മിഷൻ എന്താണ് അല്ലെ, അതിന്റെ ലക്ഷ്യം, ഹോസ്പിറ്റൽ ലക്ഷ്യം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഡ്യൂട്ടി ആരുടെ കടമയാണ്? സ്റ്റാഫുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഡ്യൂട്ടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ആണ്. ഓക്കെ, മിഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. പിന്നെന്താണ്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഓഫ് ഇഡി. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്താ അറിയോ? എന്താണെന്ന് ഏതെങ്കിലും ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടോ? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇല്ല. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാല് നടപടിക്രമങ്ങൾ കേട്ടോ.
നടപടിക്രമങ്ങൾ കാഷ്വാലിറ്റിയില് അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് പിന്തുടരേണ്ട നടപടിക്രമങ്ങളാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ടൈം ആയിട്ടുണ്ട്. ഈ നെക്സ്റ്റ് പോയിന്റുകൾ പറയാനായിട്ട് ടൈം ഉണ്ടാവില്ല, കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. ഇത്ര വരെയും ക്ലിയർ അല്ലേ? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഓഫ് PED വരെ. ഫസ്റ്റ് പോയിന്റ് പറയണോ? ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യന്റ് അല്ലെ, കാഷ്വാലിറ്റിയിൽ വരുന്ന പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ അനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി എല്ലാ കാര്യവും ചെയ്തു കൊടുക്കേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? കാഷ്വാലിറ്റിയിലുള്ള അല്ലെങ്കിൽ ED ഡിപ്പാർട്ട്മെന്റിന്റെയാണ്. അവിടെയുള്ള ഓരോ സ്റ്റാഫിന്റെ കടമയാണ് അല്ലെ അവിടെ വരുന്ന പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത്. അപ്പൊ കറക്റ്റ് ആയിട്ട് ED ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കാഷ്വാലിറ്റി കറക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആര് നോക്കേണ്ടതാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. ഓക്കെ ആണോ? ഫസ്റ്റ് പോയിന്റ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ അല്ല, അപ്പൊ ഇത്ര വരെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ, നാളെ വരുമ്പോ വായിച്ച് പഠിച്ചിട്ട് വരാം. ഓക്കെ, നാളത്തേക്ക് വെക്കരുത് കേട്ടോ. അന്നാന്ന് എടുക്കുന്ന ഭാഗങ്ങള് അന്നാന്ന് തന്നെ പഠിച്ചിട്ട് പോണം. അല്ലെങ്കിൽ പിന്നെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. എടുക്കുന്നത് വായിക്കാം, അല്ലെങ്കിൽ വായിച്ചതിൽ വെക്കാം. ഓക്കെ, മോക്ക് ടെസ്റ്റ് എന്തായാലും ചെയ്യണം കേട്ടോ എല്ലാവരും. ഓക്കെ, താങ്ക് യു.